ഹലോ, ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണേ. എല്ലാവർക്കും നല്ല പനി പിടിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമുക്ക് അങ്ങനെ ബസ് കിട്ടി നമ്മളങ്ങനെ ബസ്സിൽ സീറ്റിലൊക്കെ കയറിയിരുന്നു. സീറ്റിൽ കയറിയിരുന്നപ്പോഴാണ് മക്കളെ അടാറ് പണി കിട്ടിയത്. നമ്മളിരുന്ന സൈഡിൽ നല്ല വെയിലായിരുന്നു. നല്ല തലവേദനയുള്ള സമയത്ത് വെയിലും കൊണ്ടുള്ള യാത്ര വളരെ ശോകമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. മണ്ണാർക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ വന്നിരുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, മക്കൾക്ക് വയ്യാന്ന് പറയുമ്പോഴേക്കും ഓടിയെത്തുന്നത് നമ്മുടെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിന്നു. ഞാനും ഏട്ടനും ജനറൽ നോപ്പിയാണ് എടുത്തിരുന്നത്. താനും പാവം ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഏട്ടൻ്റെ കയ്യിൽ മരുന്ന് ലിസ്റ്റ് കൊടുത്തു വിട്ടു. ഞാനും അച്ഛനും അങ്ങനെ നീനുവിനെയും തനുവിനെയും കുട്ടി കുട്ടികളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഡോക്ടറെയും കാണിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അച്ഛൻ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് ലിസ്റ്റ് വാങ്ങി മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയി. അച്ഛനും നീനുവും കൂടിയാണ് പോയത്. നീനുവിന് പിന്നെ അമ്മച്ചനെ കിട്ടിയ വേറെ ആരെയും വേണ്ട. അപ്പോഴേക്കും ഏട്ടൻ മരുന്ന് വാങ്ങി വന്നിരുന്നു. തനു ആണെങ്കിലോ എൻ്റെ കയ്യിലുള്ള മരുന്നൊക്കെ നുള്ളിപ്പറിച്ച് നോക്കുകയായിരുന്നു. അപ്പോഴേക്കും നീനുവിൻ്റെയും തനുവിൻ്റെയും മരുന്ന് വാങ്ങി അച്ഛനും വന്നിരുന്നു. മരുന്നുകൾ പകുതി മുക്കാലും പുറത്തേക്കായിരുന്നു എഴുതിയിരുന്നത്. അങ്ങനെ അമ്മച്ചനും പേരക്കുട്ടികളും അവിടെ നിന്ന് കളിക്കുകയായിരുന്നു. ഏട്ടൻ അപ്പോഴേക്കും മരുന്ന് വാങ്ങാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിൽ പോയി. അങ്ങനെ 4 പേർക്കുള്ള മരുന്നൊക്കെ വാങ്ങി. 4 പേർക്കും കുപ്പിമരുന്നായിരുന്നു പുറത്തേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വാങ്ങി ഞാനും അച്ഛനും അങ്ങനെ കുട്ടികളെയും കൊണ്ട് ഞങ്ങളൊരു ഭാഗത്തിരുന്നു. തനു ആണെങ്കിൽ ഒരേ വാശിയും. ഇപ്പോൾ ഫോൺ കണ്ടപ്പോൾ കളിയും ചിരിയായി. ഏട്ടൻ അപ്പോഴേക്കും മരുന്ന് വാങ്ങി വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അമ്മയും ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ ഞങ്ങളെ പറഞ്ഞയച്ച് അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയി. ഞങ്ങളങ്ങനെ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. ഒരുപാട് നേരം ബസ് കാത്ത് നിന്നു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു തനുവിനും നീനുവിനും. തനു അങ്ങനെ ഉറങ്ങി. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴേക്കും ഏട്ടൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഏട്ടൻ സംസാരിക്കാൻ വേണ്ടി പോയി. ഏട്ടൻ്റെ ഒപ്പം തന്നെ നീനു ഇറങ്ങിപ്പോയി. അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിച്ച് നിന്നപ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്കുള്ള ബസ് വന്നിരുന്നു. അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ ബസ്സിലേക്ക് കയറിയിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിൽ. നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. പച്ചപ്പ് നിറഞ്ഞൊരു പാടം. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു വരുന്ന വഴിക്കൊരു വീട് കണ്ടു. ഈ വീട് കാണുമ്പോൾ ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്, ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് നല്ലൊരു വൈബാവും. പാടവും നല്ലൊരു പച്ചപ്പൊക്കെ കാണും. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. അപ്പോഴേക്കും തനു എണീറ്റിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. അങ്ങനെ കുറച്ച് നേരം തനുവിനൊക്കെ കളിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ